പക്ഷെ അതിൻ്റെതായ പുറകിലെ അധ്വാനം നോക്കി കഴിഞ്ഞ ഒരുപാട് കഷ്ടപ്പാടാണ്. അതുപോലെ തന്നെ ഇതിനും കഠിനാധ്വാനമാണ് ഇതിൻ്റെ താങ്കൾക്കും ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ടോ? ആ ശിഷ്യന്മാരുണ്ട്. മകൻ പിന്നെ പഠിച്ചിട്ടുണ്ട്. മകൻ ഇപ്പോൾ ജോലിയുണ്ട്, എഞ്ചിനീയറിംഗ്. പക്ഷേ കടന്നു സഞ്ചാരുണ്ട്. അവന് ഈ ചവിട്ടിച്ചടകൽ പറഞ്ഞ സമ്പ്രദായം കഴിയില്ല. അത് ആ ഫീൽഡിലല്ലാത്തതുകൊണ്ട് സ്കൂളിൽ അധ്യാപകനായതുകൊണ്ട് അത് ആവരുന്നില്ല. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു ഇതുണ്ടാവും. പ്രാക്ടീസ് മാത്രം പോരാ. ഈ ചവിട്ടിച്ചടകൽ ഒരുമിച്ച് നിങ്ങൾ നൃത്തം ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അച്ഛനും മകനും ഒരേ പോലെ കിടന്ന് നൃത്തം ചെയ്തിട്ടുള്ളത് വേറെ അധികം ഉണ്ടാവില്ല. അച്ഛനും മകനും തമ്മിൽ ഉണ്ടാവാറില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഉത്സാഹമുള്ളതായ അച്ഛന് താല്പര്യം മക്കൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ മകന് താല്പര്യമുണ്ട്. ഇത് ഞാൻ പോകുന്നതിൽ കൂടെ വരും. അപ്പൊ ഈ ചട്ടം ചാർത്താനൊക്കെ പിടിക്കാനോ അത് ഇതാക്കും വെള്ളിയെ പുസ്തകങ്ങൾ ഇതാക്കാനും കൂടെ തന്നെ കാണാനും ഇത് ശ്രദ്ധിക്കാനും ഇങ്ങനെയുള്ള കൂടുതൽ താല്പര്യം. അങ്ങനെ പഠിച്ചാൽ കൊള്ളാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാനങ്ങനെ പ്രത്യേകിച്ച് മുഷിഞ്ഞു പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അവൻ കണ്ട് ഗ്രാഹ്യലക്ഷ്യം എന്നാണ് പോലെ. ഇതിന് കഠിന വ്രതമൊക്കെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണ നിയന്ത്രണം എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? അത് ഈ ചെറുതായി വേവിച്ചിട്ടായ കഞ്ഞിയാണ് രാവിലെ. അതിൽ കുറച്ച് നെയ്യ് ചേർത്ത് രാവിലെ ഒരു പ്രഭാത ഭക്ഷണം. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിക്കൊണ്ട് സാധാരണ നാടൻ അവർ ഈ 2 കേസ് ഉണ്ടാവും. അവർ നല്ല ഈ തവിട് കളയാത്ത അവരുണ്ട്. അത് നാടൻ ഭാഗത്ത് പ്രത്യേകിച്ച് പറഞ്ഞാക്കിയിട്ടാണ്. തവിട് കളയാത്തതിന് കൂടുതൽ ഗുണമുണ്ടാവും. അതിൽ ഈ സവാള നീരുള്ളി അത് തറച്ചിട്ട് അതിനെക്കൊണ്ടുള്ളതായ ആ വെള്ളത്തിൽ തന്നെ അത് ഒന്ന് കുഴച്ച് മധുരം ചേർക്കാറുണ്ട്. അത് കഴിക്കും. അത് കൃത്യസമയത്ത് തന്നെ ഒരു ദിവസം രാവിലെ 7 മണിക്ക് നമ്മളേക്ക് ഇതാവും, തയ്യാറാവും. ആ പിറ്റേ ദിവസം 7 മണിക്ക് തന്നെ ആയിരിക്കണം ഇത് കഴിക്കുന്നത്. അങ്ങനെയുള്ളതായ പിന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കുടിക്കാൻ പച്ചവെള്ളം ചൂടുവെള്ളം കുമ്പാരി ജീരകം എന്നുള്ളതായിട്ടുള്ളതായ ഒരു കാപ്പി അതാണ് കുടിക്കൽ. അപ്പോൾ പകല് ഉറക്കം പാടില്ല. പുറത്ത് ഇങ്ങനെ തട്ടിയിട്ടായിട്ട് ടൗണിൽ പോകുന്നത് വെയിൽ കൊള്ളൽ, വേറെ ആരെങ്കിലും ഇങ്ങനെ സാധനം വാങ്ങാൻ തുറന്നോട്ടിടാൻ പോകാം, വേറെ കഠിനാധ്വാനം വേറെ എന്തെങ്കിലും ഉള്ളത്. ഈ 14 ദിവസമാണ് ഇതിൻ്റെതായ കാലയളവ് ഈ കർക്കിടമാസത്തിൻ്റെ. അപ്പോൾ ഈ 14 ദിവസത്തിൽ ഈ ദിവസം മുഴുവനും പകൽ ഉറങ്ങാൻ കഴിയുന്നു. ഈ ബാക്കിയുള്ള സമയങ്ങളിൽ പകല് ഈ താളം പിടിച്ചുകൊണ്ട് അത് പഠിക്കണം. അപ്പോൾ പുളിമരത്തിൻ്റെ ചെറിയ കഷ്ണം പിന്നെ മുറിച്ച് പുളി മുറിച്ച് അതിൻ്റെ അഗ്രം ചതഞ്ഞു പോകാണ്ടിരിക്കാൻ അതാണ് ഉപയോഗിക്കൽ. അത് ഒരു പലകയിലടിച്ച് ഈ ബാക്കിയുള്ള സമയങ്ങൾ രാവിലത്തെ ഈ ചവിട്ടി പിടിച്ചിൽ കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഉറക്കില്ല. ഈ താളം തന്നെ വീണ്ടും പിടിച്ച് പഠിക്കലാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഉച്ച ഭക്ഷണം അതും കൃത്യസമയത്തിന് അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. കുറച്ച് ദ്രവരൂപത്തിലുള്ള കഞ്ഞി ആണ് കഴിക്കുന്നത്. ഈ കിടന്ന നൃത്തത്തെ കുറിച്ചുള്ള ഒരു അവബോധം എല്ലായിടങ്ങളിലും എത്തിക്കാനും അങ്ങനെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാനും